ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിലവഡ് ബോളസിലെ മറ്റ് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ലെറ്റ്സ് റിവൈൻഡിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡു ദ നറേറ്റേഴ്സ് preconceptions influence his initial interaction with Teresa? നറേറ്ററുടെ മുൻധാരണകൾ എങ്ങനെയാണ് ടെറേസയുമായുള്ള ഇന്ററാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? The narrator's preconceptions make him judge Teresa only by her outer appearance and manner. ടെറേസയുടെ ലുക്ക് വെച്ചിട്ടാണ് ഇവിടെ നരേറ്റർ ഒരു മുൻവിധി ക്രിയേറ്റ് ചെയ്യുന്നത്. He believes she is plain, awkward and insignificant, and this prevents him from trying to understand her as a person. മിസ്റ്റർ സ്റ്റുഡന്റിന്റെ അഭിപ്രായത്തിൽ ടെറേസ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ അറിയാനൊന്നും മിസ്റ്റർ സ്റ്റുഡന്റ് ശ്രമിച്ചിട്ടില്ല. Because of these fixed ideas, his initial interactions with Teresa are distant and unemotional. ഇത്തരത്തിലുള്ള ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള തുടക്കത്തിൽ ഇന്ററാക്ഷൻ അത്ര താല്പര്യമുള്ളതൊന്നും ആയിരുന്നില്ല. He fails to recognize her inner loneliness and emotional depth, showing how preconceived notions can block true human understanding. ഈ മുൻധാരണകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒരാളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ തോറ്റുപോവാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. മിസ്റ്റർ സ്റ്റുഡന്റിന്റെ ഈ മുൻധാരണകള് ടെറേസയെ കൂടുതൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ടെറേസയുടെ ഏകാന്തതയോ അല്ലെങ്കിൽ അവരുടെ വേദനകളോ ഒന്നും മനസ്സിലാക്കാനായിട്ട് ഇതുകൊണ്ട് തന്നെ മിസ്റ്റർ സ്റ്റുഡന്റിന് കഴിഞ്ഞില്ല. വാട്ട് ഡസ് ദ ഇമാജിനറി ബോളസ് റെപ്രസെന്റ് ഫോർ ടെറേസ? ബോളസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇമാജിനറി പേഴ്സൺ എങ്ങനെയാണ് ടെറേസയുടെ ജീവിതത്തിൽ വർക്ക് ആവുന്നത്? The imaginary Boles represents love, care and emotional security for Teresa. Boles എന്ന് പറയുന്നത് ടെറേസയ്ക്ക് ലവും കെയറും പിന്നെ ഇമോഷണൽ സെക്യൂരിറ്റിയും അവരുടെ ഇമോഷണൽ നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇമാജിനറി പേഴ്സൺ ആണ്. Since she is terribly lonely and emotionally neglected, Boles become a source of comfort and affection. അവർക്ക് ശരിക്കും ഒരു കംഫർട്ട് കൊടുക്കുന്ന ഒരാളാണ് ബോലസ് എന്ന് പറയുന്നത്. റിയൽ ലൈഫില് അവരെ ഇഗ്നോർ ചെയ്യാണ് ആളുകൾ ചെയ്യുന്നത്. സോ ആ സമയത്ത് ഒരു ഇമാജിനറി പേഴ്സൺ ആണ് അവർക്ക് കംഫർട്ട് ആവുന്നത്. Through Boles, Teresa feels loved, understood and valued, which fulfills her emotional and psychological needs. ബോലസിലൂടെയാണ് അവർ ഇമോഷണലും സൈക്കോളജിക്കലും ആയിട്ടുള്ള നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. It is all as old as the hills, so old that it is a shame to speak of it. Comment on this statement. This statement suggests that human loneliness and the hunger for love are old as humanity itself. ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലം തൊട്ട് തുടങ്ങിയതാണ് ഈ ഏകാന്തത അനുഭവിക്കലും പിന്നെ സ്നേഹം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുമെല്ലാം. People have always suffered due to emotional neglect, isolation and lack of understanding. Yet, society continues to ignore such pain. ആളുകളെ ചുറ്റുമുള്ള മനുഷ്യരാൽ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട് ഐസൊലേഷൻ അനുഭവിച്ച് ആരും മനസ്സിലാക്കാനില്ലാണ്ട് ഒരുപാട് വേദനിച്ച് ജീവിക്കുകയാണ്. എന്നാലും സൊസൈറ്റി അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. The narrator feels it is a shame to speak of it because despite being an age-old problem, humans have failed to learn compassion. എന്തുകൊണ്ടാണ് ഇവിടെ നരേറ്റർ പറയുന്നത് ഇത് സംസാരിക്കാണ്ടിരിക്കുകയാണ് നല്ലത്, സംസാരിക്കുന്നതേ നാണക്കേടാണെന്ന്? കാരണം ഇത്രയും വർഷമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടും മനുഷ്യന്മാർ ഇന്നും മറ്റുള്ളവരുടെ ദയയോടുകൂടെ പെരുമാറാനായിട്ട് പഠിച്ചിട്ടില്ല. The line reflects the tragic truth that emotional suffering is timeless but empathy remains rare. ഈ വരികൾ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഇമോഷണൽ സഫറിംഗ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്. അന്നുമുണ്ട് ഇന്നുമുണ്ട്. രണ്ട് സമയത്തും എന്തില്ല? മനുഷ്യന്മാരിലെ എമ്പതി ഇല്ല, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവില്ല. അത് വളരെ റെയർ ആയിട്ട് വളരെ ചുരുക്കം ചിലരിൽ കാണുന്ന ഒരു ക്വാളിറ്റി മാത്രമാണെന്നാണ് ഈ ലൈൻസ് കാണിക്കുന്നത്. Appearance can be deceptive. Appearance നമ്മളെ ചതിച്ചേക്കാം. Can you relate this proverb to the change in attitude of the narrator in the story? ഈ പ്രോവേർബ് വെച്ച് ഈ പഴഞ്ചൊല്ല് വെച്ച് നരേറ്ററിന്റെ ആറ്റിറ്റ്യൂഡിലുണ്ടായ ചേഞ്ചിനെ പറ്റിയിട്ട് പറയാനാ പറയുന്നത്. At first, the narrator judges Teresa by her plain appearance and forms a negative opinion about her. ആദ്യം നരേറ്റർ ടെറേസയെ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ അപ്പിയറൻസ് വെച്ച് മാത്രമാണ്. എന്നിട്ടൊരു നെഗറ്റീവ് ഒപ്പീനിയൻ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലേറ്റർ വെൻ ഷീ അണ്ടർസ്റ്റാൻഡ്സ് ഹർ ഇന്നർ പെയിൻ, ലോൺലിനെസ് ആൻഡ് ഇമോഷണൽ ഡെപ്ത്, ഹിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ്. അതിനുശേഷം ടെറേസയുടെ ഉള്ളറിഞ്ഞപ്പോൾ നമ്മുടെ നരേറ്ററിന്റെ ആറ്റിറ്റ്യൂഡേ മാറുകയാണ് ചെയ്യുന്നത്. ഹി റിയലൈസസ് ദാറ്റ് ഹിസ് ഏർലിയർ ജഡ്ജ്മെന്റ്സ് വാസ് റോങ്. പിന്നീട് മനസ്സിലാക്കുകയാണ് എന്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നു എന്ന്. Thus, the story clearly proves that appearance can be deceptive. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പഴഞ്ചൊല്ല് വളരെ കൃത്യമാണെന്ന്.
സോ നമ്മുടെ ലെറ്റ്സ് റിവൈൻഡിലെ 4 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. അവർ ഇംപ്രഷൻ ഓഫ് അതേഴ്സ് ആർ ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്മൾ ഒരാളെ പറ്റിയിട്ടുണ്ടാക്കുന്ന ധാരണകൾ ഒരുപാട് കാര്യങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. These range from our perceptions of the world to our personal or acquired biases. What was Mr. Student's impression of Teresa? ടെറേസയെ പറ്റിയിട്ടുള്ള മിസ്റ്റർ സ്റ്റുഡന്റിന്റെ ഇംപ്രഷൻ എന്തായിരുന്നു? നമ്മളോട് ടെക്സ്റ്റിൽ നിന്ന് നമ്മുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന വരികൾ എടുക്കാനും പറയുന്നുണ്ട്. Mr. Student's impression of Teresa was shaped by her appearance and behavior. ആ സ്ത്രീയുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ്, ലുക്ക് വെച്ചിട്ടാണ് ആളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. He thought she was plain, awkward and strange. വളരെ വിചിത്രമായിട്ടുള്ള, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ടെറേസയെ കണ്ടിട്ടുള്ളത്. His impression was shaped by his personal bias and social conditioning. സമൂഹത്തിൽ ചില ധാരണകളുണ്ട്. ആ ധാരണയും അവരുടെ പേഴ്സണൽ ഒപ്പീനിയനും വെച്ചിട്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ഇത്തരത്തിലുള്ള ഒരു ഇംപ്രഷൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹി ജഡ്ജ്ഡ് ഹർ ഓൺലി ബൈ ഹർ ഔട്ട്വേർഡ് അപ്പിയറൻസ്. അവരുടെ ആ ലുക്ക് വെച്ച് മാത്രമാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഷീ വാസ് ടോൾ ആൻഡ് സ്ട്രോങ് വിത്ത് ബുഷി ബ്ലാക്ക് ഐബ്രോസ്, dark brown hair and a large coarse face. The gleam of her dark eyes, her thick bass voice and her muscular vigor horrified me. ഈ ലുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അതിന് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്, ഇത്തരത്തിലുള്ള രൂപം എന്നെ പേടിപ്പിച്ചു. സോ അതൊരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടും അവരുടെ പേഴ്സണൽ ഒപ്പീനിയന്റെ ഭാഗമായിട്ടും ഉണ്ടാവുന്ന ഒരു ഇംപ്രഷനാണ്. I never left my door open when I knew her to be at home. അവർ വീട്ടിലുള്ളപ്പോൾ ഞാൻ വാതിൽ തുറക്കാറില്ല. I should have liked to change my quarters. എനിക്ക് എൻ്റെ റൂം ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ വരികളെല്ലാം കാണിക്കുന്നത് മിസ്റ്റർ സ്റ്റുഡന്റിന് ടെറേസയോടുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് മിസ്റ്റർ സ്റ്റുഡന്റ് റിയലൈസസ് ദാറ്റ് ഹിസ് പിക്ചർ ഓഫ് ടെറേസ വാസ് വൺ സൈഡഡ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ സ്റ്റുഡന്റിന്റെ ഈ അഭിപ്രായം മാറിയല്ലേ? എങ്ങനെയാണ് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞത്? മിസ്റ്റർ സ്റ്റുഡന്റ് റിയലൈസസ് ദാറ്റ് ഹിസ് പിക്ചർ ഓഫ് ടെറേസ വാസ് വൺ സൈഡഡ് വെൻ ഹി കംസ് ടു നോ ഹർ ഇന്നർ ലൈഫ്. ടെറേസയുടെ ജീവിതം കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്റെ ധാരണകളെല്ലാം വൺ സൈഡഡ് ആണ്, മാത്രമല്ല അത് തെറ്റുവാണെന്ന്. ത്രൂ ഹർ ലെറ്റേഴ്സ് ആൻഡ് ഹർ ഇമാജിനറി ലവർ ബോലെസ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ഹർ ഡീപ് ലോൺലിനെസ്, ഇമോഷണൽ പെയിൻ ആൻഡ് സെൻസിറ്റിവിറ്റി. ആ ലെറ്റേഴ്സ് കൂടിയും ഇമാജിനറി ലവർ ആയിട്ടുള്ള ബോലെസ് കൂടിയും മിസ്റ്റർ സ്റ്റുഡന്റ് മനസ്സിലാക്കുകയാണ് എത്രത്തോളം ലോൺലിനെസ്സും ഇമോഷണൽ പെയിനും അവർ അനുഭവിക്കുന്നുണ്ടെന്ന്. He realizes that beneath her plain appearance, Teresa had a rich inner world and intense emotional needs which he had failed to notice earlier. മിസ്റ്റർ സ്റ്റുഡന്റിന് ഇതിന് മനസ്സിലാവുകയാണ് ടെറേസയുടെ പേഴ്സണാലിറ്റി വളരെ നല്ലതാണ്, മാത്രമല്ല അവരുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ്സ് കാരണം മിസ്റ്റർ സ്റ്റുഡന്റ് കാണാണ്ട് പോവാണ് ഉണ്ടായിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻസ് ഏതൊക്കെയാണ്? I understood at last and I felt so sick, so miserable and so ashamed somehow. Alongside of me, not 3 yards away, lived a human creature who had nobody in the world to treat her kindly. With no one to be affectionate to her, this human being had invented a friend for herself. ഇങ്ങനൊരു വരി മിസ്റ്റർ സ്റ്റുഡന്റ് പറയുന്നത് ആ റിയലൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഇനി നമ്മളോട് പറയുന്നത് ടെറേസയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. Teresa is a Polish woman who is polite and respectful, yet she is judged as strange and rough by others. ടെറേസ ഒരു പോളിഷ് വുമൺ ആണ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരെ എപ്പോഴും വളരെ സ്ട്രേഞ്ച് ആയിട്ടും റഫുമായിട്ടാണ് മറ്റുള്ളവര് ജഡ്ജ് ചെയ്തിട്ടുള്ളത്. She is described as tall and strong with bushy black eyebrows, dark brown hair and a large coarse face. She has dark eyes, a thick bass voice and possesses great muscular vigor. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ സ്റ്റോറി ഡിസ്കസ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണത്. ടെറേസ വാസ് ആക്ച്വലി എ വെൽ മാനേർഡ് പേഴ്സൺ. ടെറേസ ശരിക്കും ഒരുപാട് നല്ല മാനേഴ്സ് ഉള്ള ഒരാളാണ്. ഷീ സ്മൈൽഡ് അറ്റ് മിസ്റ്റർ സ്റ്റുഡന്റ് whenever she saw him and thanked him for all the help he gave her. ടെറേസയും സ്റ്റുഡന്റും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവര് മിസ്റ്റർ സ്റ്റുഡന്റിനെ കാണുമ്പോഴൊക്കെ ചിരിക്കാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. മാത്രമല്ല മിസ്റ്റർ സ്റ്റുഡന്റ് ഹെൽപ്പ് ചെയ്തപ്പോ ഒരുപാട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. Since nobody in the world considered her as a person or understood her feelings, she created her own world to escape from loneliness. അവരെ ആരും മനസ്സിലാക്കാനില്ല റിയൽ ലൈഫിൽ എന്നുള്ളത് കൊണ്ട് ഈ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ടെറേസ.
Because of her rough appearance, loud voice, and physical strength, Mr. Student felt frightened and uncomfortable in her presence. അവരുടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് മിസ്റ്റർ സ്റ്റുഡൻറ്റിനെ ഒരുപാട് ഭയപ്പെടുത്തി, മാത്രമല്ല അൺകംഫർട്ടബിളും ആക്കി. ഹർ ഹാബിറ്റ് ഓഫ് സഡൻലി അഡ്രസ്സിംഗ് ഹിം ആഡഡ് ടു ഹെസ് ഫിയർ ആൻഡ് ലെഡ് ഹിം ടു ഫോം എ നെഗറ്റീവ് ഇംപ്രഷൻ ഓഫ് ഹർ. പിന്നെ പെട്ടെന്ന് കയറി സംസാരിക്കുന്നതൊക്കെ മിസ്റ്റർ സ്റ്റുഡൻറ്റിന് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ആണ് മിസ്റ്റർ സ്റ്റുഡൻറ്റിന് ടെരേസയോട് ഉണ്ടായിരുന്നത്. Thus, Teresa was judged mainly by her outward appearance, which prevented others from understanding her true nature. ടെരേസയെ മെയിനായിട്ടും അവരുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് ആളുകൾ ജഡ്ജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നർ സെൽഫ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ട്രൂ നേച്ചർ മനസ്സിലാക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. Because of these fixed ideas, his initial interactions with Teresa were distant and unemotional. ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് ഐഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ മിസ്റ്റർ സ്റ്റുഡൻറ് ടെറേസയുമായിട്ട് ഇന്ററാക്ട് ചെയ്തത് ഒരു ഡിസ്റ്റന്റ് ആൻഡ് അൺഇമോഷണൽ വേയിലാണ്. He failed to recognize her inner loneliness and emotional depth, showing how preconceived notions could block true human understanding. ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് ഐഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാനായിട്ട് മിസ്റ്റർ സ്റ്റുഡൻറ്റിന് സാധിച്ചിട്ടില്ല. Teresa was a character who showed how outer appearance could hide deep inner emotion. ചിലരുണ്ടല്ലേ അങ്ങനെ പുറത്ത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരിക്കും, പക്ഷെ ഉള്ളില് ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ടെറേസയും. She was a symbol of loneliness and emotional neglect in society and remained unnoticed by others. ടെറേസ നമ്മുടെ സമൂഹത്തിലെ ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ശരിക്കും ആരാലും മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ ആരാലും നോട്ടീസ് ചെയ്യപ്പെടാണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ റെപ്രസെന്റേഷൻ ആണ് ടെറേസ. She longed for love, attention and understanding which she did not receive in real life. ടെറേസയ്ക്ക് ലവും അണ്ടർസ്റ്റാൻഡിങ്ങും കെയറിങ്ങും ഒക്കെ കിട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ശരിക്കുള്ള ലൈഫിൽ റിയൽ ലൈഫിൽ അവർക്ക് കിട്ടുന്നില്ല. To fill this emotional emptiness, she created an imaginary lover Boles who gave her comfort and emotional security. ഈ ഇമോഷണൽ എംപ്റ്റിനെസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ബോലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമാജിനറി ലവറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ടെറേസ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് എഴുതിയിട്ട് അവരുടെ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും. ടെറേസ വാസ് നോട്ട് റഫ് ഓർ സ്ട്രേഞ്ച് ബൈ നേച്ചർ, rather she was a victim of isolation and neglect. ടെറേസയല്ല ഇവിടെ വിചിത്രമായിട്ടുള്ളത്, സൊസൈറ്റിയുടെ വളരെ റൂഡായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഇരയാവുകയാണ് ചെയ്യുന്നത് ശരിക്കും ടെറേസ. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടെറേസ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. Activity 2. Mr. Student forms a negative impression of Teresa initially influenced by her appearance and behavior. നമുക്കറിയാലോ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് മിസ്റ്റർ സ്റ്റുഡന്റിന് ഉണ്ടായിരുന്നത്. He discusses his thoughts and feelings about her with one of his classmates. സോ അവരുടെ ഫ്രണ്ടായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മളോട് കോൺവെർസേഷൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. Classmate. You seem uneasy today. What's troubling you? എന്താ പ്രശ്നം, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നാ ചോദിക്കുന്നത്. Mr. Student. There is a Polish woman living near my room. Teresa by name. She is the problem. എൻ്റെ റൂമിൻ്റെ അടുത്തൊരു പോളിഷ് വുമൺ ഉണ്ട്, ടെറേസ എന്നാണ് പേര്. അവരാണ് ശരിക്കും എൻ്റെ പ്രശ്നം. Why? What does she do? എന്താ അവർ ചെയ്തത്? She looks strange. അവർ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Tall and strong with bushy black eyebrows, dark brown hair and a large coarse face. The gleam of her dark eyes, her thick bass voice and her muscular vigor make me uncomfortable. ചുരുക്കത്തിൽ അവരുടെ ലുക്കാണ് എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നത്. ഐ നെവർ ലീവ് മൈ ഡോർ ഓപ്പൺ വെൻ ഷീ ഈസ് അറ്റ് ഹോം. അവർ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോർ തുറക്കാറേയില്ല. ഹാവ് യു ട്രൈ ടു നോ ഹർ? നിങ്ങൾ അവരെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? I see her sometimes in the yard or on the staircase. She smiles at me and sometimes she is drunk with bleary eyes and speaks to me with a laugh. I wish I could change my room. അവരെ ഞാൻ ചില സമയത്ത് മുറ്റത്തോ സ്റ്റെയർ കേസിലൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ അവരെന്നെ നോക്കി ചിരിക്കാറുണ്ട്. അതല്ല, അവർ ഡ്രങ്ക് ആയിട്ടുള്ള സമയത്താണെങ്കിൽ അവരെന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ റൂം ഒന്ന് മാറണം എന്ന്. ഐ തിങ്ക് ഷീ ഈസ് എ നൈസ് പേഴ്സൺ. സോ ഇവിടെ ഫ്രണ്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർ നല്ലൊരാളാണെന്നാണ്. അതർവൈസ് ഷീ വുഡിൻ ട്രൈ ടു ടോക്ക് ടു യു ഓർ ഈവൻ സ്മൈൽ അറ്റ് യു. അങ്ങനെ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും ശ്രമിക്കില്ല. മേ ബി ഹർ ടഫ് ലുക്ക് ഗിവ്സ് എ ഡിഫറെന്റ് ഇംപ്രഷൻ ബട്ട് ഷീ കുഡ് ബി കൈൻഡ്, പൊലൈറ്റ് ഓർ റെസ്പെക്ട്ഫുൾ ഡീപ് ഡൗൺ. ചിലപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ടഫാന്നൊക്കെ തോന്നിയിരിക്കും, പക്ഷെ ഉള്ളിൽ അവർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കൈൻഡും പൊലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളാവാം. മിസ്റ്റർ സ്റ്റുഡന്റ്. Perhaps you are right. ചിലപ്പോൾ നീ പറഞ്ഞത് ശരിയായിരിക്കും. I haven't tried to get to know her personally. ഞാൻ അവരെ പേഴ്സണലി അറിയാൻ ശ്രമിച്ചിട്ടേ ഇല്ല.
ആസ് മൈ ജഡ്ജ്മെന്റ്സ് ഹാവ് പ്രിവെന്റഡ് മീ ഫ്രം ഡൂയിങ് സോ. എന്റെ ധാരണകൾ അവരെ കൂടുതൽ അറിയാനായിട്ട് തടസ്സപ്പെടുത്താണ് ചെയ്തത്. ഐ ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ, നോട്ട് ജസ്റ്റ് ജഡ്ജ് ബൈ ഹർ അപ്പിയറൻസ്. ഞാൻ അവരെ അവരുടെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യണേക്കാളും അവരെ പേഴ്സണലി അറിയാൻ ശ്രമിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സ്റ്റുഡന്റ് കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ആക്ടിവിറ്റി 3. Mr. Student is perplexed by the story of Teresa's imaginary lover and her unusual letters. മിസ്റ്റർ സ്റ്റുഡന്റ് ടെറേസയുടെ ഇമാജിനറി ലവറിനെ പറ്റിയും അവരുടെ അസാധാരണമായ കത്തുകളെ പറ്റിയും ഒക്കെ അറിഞ്ഞ് ആകെ പെർപ്ലെക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്, കുഴഞ്ഞിരിക്കുകയാണ്. Later, he understands that Teresa had invented the imaginary lover because she was terribly lonely. പിന്നീട് മിസ്റ്റർ സ്റ്റുഡന്റ് മനസ്സിലാക്കുകയാണ് അവർ ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന്. He felt ashamed of his prejudices and misjudgments. He writes a letter to one of his close friends detailing his experiences. So ഇതൊക്കെ ബേസ് ചെയ്ത് ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. സോ കത്തില് എപ്പോഴും ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ അഡ്രസ് എഴുതി, ഡേറ്റ് എഴുതി, എന്നിട്ട് നമ്മൾ തുടങ്ങാണ്. Dear Ivan, how are you? Hope you are doing well. I am writing this letter with a very heavy heart after the strange yet enlightening experience I had recently. ഈ അടുത്തുണ്ടായിട്ടുള്ള വളരെ വിചിത്രമായ എന്നാൽ കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി എന്നാണ് പറയുന്നത്. You know how confident I always felt about judging people quickly. നിനക്കറിയാലോ ആളുകളെ പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ ഞാൻ വളരെ കോൺഫിഡന്റും ആയിരുന്നു. Today I am ashamed of that habit. ആ ഹാബിറ്റിനെ ആലോചിച്ച് എനിക്ക് ഭയങ്കര നാണക്കേടാണ് ഇപ്പൊ തോന്നുന്നത്. You may remember me mentioning Teresa, my neighbor, the tall, rough-looking Polish woman whom I silently ridiculed for her odd behavior. എനിക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ടെറേസ എന്ന് പറഞ്ഞ സ്ത്രീയെ പറ്റി മെൻഷൻ ചെയ്തത്. എൻ്റെ നെയ്ബറാണ് അവര്, വളരെ ഉയരത്തില് റഫ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പോളിഷ് വിമൻ. ഞാൻ അവരുടെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റത്തെ പറ്റി ഒരുപാട് കളിയാക്കിയിരുന്നു. ഐ നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹർ. ഞാൻ അവരെ മനസ്സിലാക്കാനേ ശ്രമിച്ചില്ല. When she asked me to write letters to her lover Boles, I considered her foolish and even laughable. അവരെന്നോട് ബോലസിന് വേണ്ടി കത്തെഴുതി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കാണ് ചെയ്തത് ഉള്ളില്. My irritation grew when she requested a reply from the same man. എനിക്ക് അവരോടുള്ള ഇറിറ്റേഷൻ കൂടുകയാണ് ചെയ്തത് എപ്പോ ബോലസിൽ നിന്നുള്ള ഒരു ലെറ്റർ എഴുതി തരുമോ എന്ന് ചോദിച്ചിട്ട് ടെറേസ റിക്വസ്റ്റ് ചെയ്തപ്പോൾ. ഐ ഫെൽറ്റ് ഡിസീവ്ഡ് ആൻഡ് ഇൻസൾട്ടഡ്. ആ സമയത്ത് എന്നെ എന്തോ അവർ ചതിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ദെൻ കെയിം ദ മൊമെന്റ് ദാറ്റ് ക്രഷ്ഡ് മൈ പ്രൈഡ്. എൻ്റെ അഹങ്കാരത്തെ ക്രഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൊമെന്റ് അപ്പോഴാണ് ഉണ്ടായത്. With quiet dignity, Teresa confessed that Boles never existed. അപ്പോഴാണ് ടെറേസ പറയുന്നത് ബോലസ് എക്സിസ്റ്റ് ചെയ്യുന്നേയില്ല എന്ന്. She had created him because her life was unbearably lonely. സഹിക്കാനാവാത്ത ഏകാന്തത കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. Those letters were the only warmth in her cold, empty world. അവളുടെ വളരെ ശൂന്യമായിട്ടുള്ള തണുത്തുറഞ്ഞ ഈ ലോകത്ത് അവളെ കുറച്ച് കംഫർട്ടബിൾ ആക്കുന്നത് ഈ ലെറ്റേഴ്സ് ആണ്. Her confession did not sound foolish, it sounded tragic. എനിക്കതൊരു മണ്ടത്തരമായിട്ടല്ല തോന്നിയത്, വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. At that instant, Ivan, I felt deeply ashamed. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് നാണക്കേടാണ് തോന്നിയത്. I realized that I had judged her by her appearance and habits, never once considering the pain hidden behind them. ഞാൻ വെറുതെ അവരുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് അവരെ ജഡ്ജ് ചെയ്തത്. അവരുടെ ഉള്ളിലെ പെയിൻ അറിയാൻ ഞാൻ ഒട്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. How heartless I had been. ഞാൻ എന്തൊരു ക്രൂരനാണ്. Loneliness had forced her to invent love and I had mocked her for it. ഏകാന്തത സഹിക്കാനാവാതെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരാളെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ അതിനെ കളിയാക്കും ചെയ്തു. This incident has changed me profoundly. ഈ ഇൻസിഡന്റ് എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തു. I now write letters to her, both to Boles and from Boles, not out of duty but out of compassion. ഞാനിപ്പോ ബോലസിനും ബോലസിൽ നിന്നുമൊക്കെ ലെറ്റേഴ്സ് ടെറേസയ്ക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അതൊരു ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ടൊന്നുമല്ല, ഒരു കമ്പാഷൻ തോന്നിയിട്ടാണ്. I have learned that judging a person without understanding their suffering is one of the greatest moral failures. ഒരാളുടെ സഫറിംഗ് ഒന്നും മനസ്സിലാക്കാണ്ട് വെറുതെ ഒരു ജഡ്ജ്മെന്റ്സ് നടത്തുന്നത് ഏറ്റവും വലിയ മോറൽ ഫെയിലിയർ ആയിട്ടാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത്. I hope I never forget this lesson. ഞാൻ ഈ പാഠം ഒരിക്കലും മറക്കില്ല. Yours lovingly, Alexander. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കത്ത് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 4 നോക്കാം.
Mr. Student was taken aback when he realized that both Boles and the relationship of Boles and Teresa were imaginary. He realizes that there are individuals who struggle to establish an identity of their own. Draft a possible diary entry by Mr. Student that day. സോ റിയലൈസേഷന് ശേഷമുള്ള ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. സോ നമുക്ക് ഡയറിയുടെ ഫോർമാറ്റ് അറിയാലേ, ഡേറ്റും ഡേയും മെൻഷൻ ചെയ്യണം. ഓ മൈ ഗോഡ്, ഹൗ ബ്ലൈൻഡ് ഐ ഹാവ് ബീൻ. I became so prejudiced without even knowing Teresa. ചെറേസയെ മനസ്സിലാക്കാണ്ട് ഞാൻ ഒരുപാട് മുൻവിധികൾ എഴുതാണ് ചെയ്തത്. I judged her only by her appearance and voice and allowed fear to grow in my mind. ഞാൻ അവരുടെ അപ്പിയറൻസും ആ വോയിസും ഒക്കെ വെച്ചിട്ടാണ് അവരെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ടെരേസയോട് ഒരു ഭയമാണ് ഞാൻ മനസ്സിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഐ നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹർ ഓർ സ്പീക്ക് ടു ഹർ പ്രോപ്പർലി. ഞാൻ അവരെ മനസ്സിലാക്കാനോ അവരോട് നന്നായി സംസാരിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈ ഡിഡ് ഐ ജംപ് ടു സച്ച് എ ക്രൂവൽ കൺക്ലൂഷൻ അബൌട്ട് എ പേഴ്സൺ ഐ ഹാർഡ്ലി നോ. എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്തിന് ഞാൻ നടത്തി? Her smiles and greetings were perhaps signs of friendliness, but I misunderstood them because of my own narrow thinking. എൻ്റെ വളരെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ് അവരെ തെറ്റിദ്ധരിച്ചത്. ചിലപ്പോൾ അവരുടെ ചിരിയും സംസാരവും ഒക്കെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാവാം. Just a few yards away from me lived a human being who had no one in the world to treat her kindly, and yet I failed to see her pain. എന്നിൽ നിന്ന് വളരെ കുറച്ച് ദൂരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവരെ ലോകത്തിൽ ആരും ദയോടുകൂടി ട്രീറ്റ് ചെയ്യാനില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമാവുകയാണ് ചെയ്തത്. എനിക്കും അവരുടെ വേദന കാണാനായിട്ട് സാധിച്ചില്ല. ഇൻ ഹർ ടെറിബിൾ ലോൺലിനെസ് ഷീ ഹാഡ് ഇൻവെന്റഡ് എ ഫ്രണ്ട് ടു കംഫർട്ട് ഹെർസെൽഫ്. ഇത്രയും ഭീകരമായിട്ടുള്ള ഏകാന്തതയിൽ അവരെ സ്വയം കംഫർട്ടബിൾ ആക്കാനായിട്ട് ഒരു ഫ്രണ്ടിനെ ഇൻവെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് തോട്ട് പിയേഴ്സസ് മൈ ഹാർട്ട് വിത്ത് ഗിൽറ്റ്. കുറ്റബോധം കൊണ്ട് എന്റെ ഹൃദയം ഇങ്ങനെ നുറുങ്ങാണ് ചെയ്യുന്നത്. From this day onwards, I have decided to fix my mistake. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ മിസ്റ്റേക്സ് എല്ലാം തിരുത്തും. Twice a week, I will write letters to Boles and a reply to Teresa so that she may feel loved and understood. ആഴ്ചയിൽ 2 ദിവസം ഞാൻ എന്തായാലും ബോലസിൽ നിന്നുമൊക്കെ ലെറ്റേഴ്സ് ടെരേസയ്ക്ക് എഴുതി കൊടുക്കും. അങ്ങനെയെങ്കിലും അവരെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും അവർക്ക് തോന്നിക്കോട്ടെ. It is the least I can do to restore her faith in human kindness. ടെരേസയുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തോടുള്ള ഒരു വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം ഇതാണ്. ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ബ്രിങ് ലൈറ്റ് ഇൻ ടു എ ലോൺലി ലൈഫ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടുകൾക്ക് ടെരേസയുടെ ലൈഫിൽ വെളിച്ചം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് ടു ചേഞ്ച്. ഇപ്പോഴും മാറാനായിട്ട് അധികം വൈകിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ അവസാനത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. The literary club of your school has decided to conduct an ethnic day celebration. Aishwarya Rituparna Pradhan, India's first transgender civil service officer, has consented to be the chief guest on the occasion. Draft an event invitation for the program. സോ നമ്മുടെ ലിറ്റററി ക്ലബ്ബ് ഒരു എത്നിക് ഡേ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐശ്വര്യ ഋതുപർണ പ്രധാനാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സിവിൽ സർവീസ് ഓഫീസർ ആണ്. സോ നമ്മളോടൊരു ഇവന്റ് ഇൻവിറ്റേഷൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം സ്കൂളിന്റെ പേര്, പിന്നെ എത്നിക് ഡേ സെലിബ്രേഷൻ. Dear friends, the literary club of our school is delighted to announce the Ethnic Day celebration, a colorful event celebrating India's rich cultural diversity. ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന എത്നിക് ഡേ സെലിബ്രേഷൻ ലിറ്റററി ക്ലബ്ബ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. The event will be graced by a very special guest, Ms. Aishwarya Rituparna Pradhan, India's first transgender civil service officer, as a chief guest. Students are encouraged to wear traditional ethnic attire representing different cultures of India. സ്റ്റുഡൻസ് എല്ലാവരും ഇന്ത്യയുടെ പലതരം കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാനാണ് പറയുന്നത്. ഡേറ്റും ടൈമും വെന്യൂവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. All students and staff are cordially invited. Let us come together for a wonderful celebration of unity and diversity. എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സിഗ്നേച്ചർ, സെക്രട്ടറി, ലിറ്റററി ക്ലബ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കേട്ടോ, നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ നമ്മുടെ പ്ലേസും ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡേറ്റുമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇതോടുകൂടെ ബിലവഡ് ബോളസിലെ ആക്ടിവിറ്റീസ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ വൈകാതെ വരും. അതുവരയ്ക്കും ബൈ.